എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കുന്നത്തുകാല് ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു കട, പുറമ്പോക്കിൽ നിൽക്കുന്ന ഒരു കട, ആ കടയുടെ അവസ്ഥയെപ്പറ്റി വളരെ കൂടുതൽ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് രാവിലത്തെ ആ ഒരു കടയുടെ അവസ്ഥ നിങ്ങൾ നോക്കണം. ഈ ഒരു റോഡ് ടാറിൽ നിന്ന് ഒരു അടി പോലും വ്യത്യാസമില്ലാതെ ഇത്തരത്തോളം ആൾക്കാർ നടന്നു പോകുന്ന, ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്ന, സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന ഒരു വഴിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ. ഈ ഒരു കടയ്ക്ക് മുകളിലായിട്ട് ഇന്നലെ വരെയും കമ്പിയിൽ പിടിച്ചു നിന്ന ഒരു കോൺക്രീറ്റ് പീസ് ഇന്ന് ആ ഒരു വെറിയ തടിയുടെ മുകളിൽ വന്ന് വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ അപകടം കുന്നത്തുകാലിലെ ജംഗ്ഷനിൽ പതിയിരിക്കുന്നു. പഞ്ചായത്തിലും പാറശാല MLA ഹരീന്ദ്രൻ അടക്കമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒപ്പുശേഖരണത്തിലും അതുപോലെ തന്നെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടൊക്കെ അത് മാറ്റുവാൻ തയ്യാറാവാത്ത തരത്തിലോട്ട് മാറുന്നു. ഒരുപാട് പേര് ബസ് കാത്തു നിൽക്കുന്ന ബസ് കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥാപനം. ഗവൺമെൻറ് ഇത് പുറമ്പോക്കാണെന്ന് കണ്ടുപിടിച്ചിട്ടും യാതൊരുവിധ നടപടിയും പഞ്ചായത്തും അതുപോലെ തന്നെ ഗവൺമെൻറ്റും കൈക്കൊള്ളാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. പൂർണ്ണമായിട്ടും സ്ലാബുകൾ, നമ്മൾ കോൺക്രീറ്റ് സ്ലാബുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് റോഡിലോട്ട് അടർന്ന് ചാരി നിൽക്കുന്ന അവസ്ഥയിലോട്ട് ഈ ഒരു കട പൂർണ്ണമായിട്ട് നിൽക്കുന്നു. ഏതൊരു സമയവും ഒരു വലിയ അപകടം ക്ഷണിച്ച് വരുത്തുന്ന തരത്തിലോട്ടാണ് ഇത്തരത്തിലുള്ള സ്ലാബ് ഇവിടെ തൂങ്ങിക്കിടക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം ക്ഷണിച്ച് വരുത്തുന്നതിന് മുന്നേ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് ഈ ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം കുന്നത്തുകാൽ ജംഗ്ഷനിലെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു ജംഗ്ഷൻ ഇരിക്കുന്നത്. വെറും ടാറിൽ നിന്ന് അര അടി പോലും വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊക്കെ കാണുവാൻ സാധിക്കുന്ന പോലെ സ്ലാബ് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് സ്ലാബ് കമ്പി പൊട്ടി തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ അപകടം. സ്കൂൾ കുട്ടികൾ പലവരും ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്നാണ് ബസ് നോക്കി പോകുന്നത്. ഈ ഒരു പഴയ കമ്പികൾ ദ്രവിച്ച ഈ ഒരു കെട്ടം ഏത് സമയവും നിലം പൊത്തി വീഴുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ ഇതിനോട് ചേർന്ന് പോകും. സൈക്കിളുകൾ, അതുപോലെ തന്നെ ഒരുപാട് കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഈ സ്ഥലത്ത് വാഹന ഗതാഗതം കുറച്ച് കൂടുതലുള്ള സ്ഥലവും കൂടിയാണ്. വളരെ ചുരുങ്ങിയ റോഡിന് സമീപത്തായിട്ട് നിൽക്കുന്ന ഈ അപകട ഭീഷണി നടത്തുന്ന ഈ ഒരു കെട്ടിടം എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇന്ന് പൊളിച്ചു നീക്കണം എന്ന് മാത്രം പറയുന്നു. എന്തായാലും ഒരുപാട് തവണ പല പ്രതിഷേധങ്ങളും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും കുന്നത്തുകാൽ പഞ്ചായത്ത് അധികൃതരും പാറശാല MLAയും ഇതുവരയ്ക്കും കണ്ടില്ല എന്ന് നടക്കുന്നത് വളരെ ശുദ്ധ തെമ്മാടിത്തനം എന്ന് മാത്രമേ ഇതിന് പറയാനുള്ളൂ.